അതോടൊപ്പം ഒരു റിക്വസ്റ്റും കൂടെ അങ്ങനെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിനും 1-2 ടോക്സ് നമുക്ക് 1-2 പറയാം എന്നുള്ള മാത്രമായ ആശയത്തിൽ നിന്നായിരിക്കും ഇട്ടത്. നിങ്ങളുടെ അടക്കമുള്ള ചാനലുകളിൽ ഒരു പോള് നടത്തുക. ആ പോൾ, അതായത് ഇപ്പോൾ ഓൺലൈൻ യൂട്യൂബിൽ പോളൊക്കെ ഉണ്ടല്ലോ, ഈ പോളിൽ ഈ പുരുഷ കമ്മീഷൻ വേണോ എന്നൊരു ചോദ്യം ചോദിക്കുക. 75 മുതൽ 90% ആൾക്കാർ വേണമെന്ന് പറയുന്നത് ആശയം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ല, ജീവിതത്തിലെ പ്രാരാബ്ധം കാരണമാണ്, ബുദ്ധിമുട്ട് കാരണമാണ്. അപ്പം ഞങ്ങളുടെ കൂടെ വന്ന പാലഭിഷേകവും പടക്കം പൊട്ടിക്കലൊക്കെ ചെയ്യുന്ന ആൾക്കാർ അപ്പം പലപ്പോഴും മീഡിയക്കാർക്ക് അവരൊരു കോമഡി ഫിഗറും തമാശയാണ്. ഞാനപ്പോൾ അതിലൊരാളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പടക്കം പൊട്ടിക്കുകയും പാലഭിഷേകമൊക്കെ ചെയ്യാൻ പോണേന്ന്, നമുക്കൊരു കുറച്ചുകൂടെ ബൗദ്ധികമായി ചെയ്തുകൂടെ? അപ്പം പുള്ളി പറഞ്ഞ ഉത്തരവാണ്, കേട്ടിരിക്കേണ്ടതാണ്. സാറേ 150 ദിവസം ഞാൻ ജയിലിൽ കിടന്നു, വ്യാജ പരാതിയായിരുന്നു. ഞാൻ ജയിലിൽ നിന്ന് അവസാനം കോടതി എന്നെ, അതായത് ബെയിലായിട്ട് വിട്ടതല്ല, കോടതി കേസ് റദ്ദാക്കി ക്വാഷ് ചെയ്ത് വിട്ടു. ഞാൻ വെളിയിലിറങ്ങിയപ്പോൾ എന്നെ സ്വീകരിക്കാൻ ആരുമില്ല. ഇന്നും എൻ്റെ വീട്ടിൽ പോയാൽ എൻ്റെ അച്ഛനും അമ്മയും എന്നോട് സംസാരിച്ചു എന്ന് വരുത്തുക മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങളെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ ഉണ്ട്, അവരാരും എന്നെ ഒരു കല്യാണത്തിന് വിളിക്കില്ല, പരിപാടിക്ക് വിളിക്കില്ല. എന്നെ കോടതി അക്വിറ്റ് ചെയ്തു, കോടതി നിരപരാധിയാണെന്ന് പറഞ്ഞു. എന്നാൽ പോലും ഇല്ല, ഞാനിപ്പോൾ ഏതെങ്കിലും പുരുഷന് ജാമ്യം കിട്ടുമ്പോഴോ പോകുമ്പോഴോ അവിടെ ചെന്ന് പടക്കം പൊട്ടിച്ചാണ് എൻ്റെ ദേഷ്യം തീർക്കുന്നത്. അതുകൊണ്ട് പടക്കം പൊട്ടിക്കുന്ന ശരിയാണെന്നല്ല, മാലയിടുന്നത് ശരിയാണെന്നല്ല, പാലഭിഷേകം വേണമെന്നല്ല, അവരുടെ ജീവിതത്തിലെ വേദന അവർ അയവിറക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ വേദന കടിച്ച് പിടിച്ചു പോവുകയാണ്. അങ്ങനെ 150 ദിവസം ജയിലിൽ കിടന്നിട്ട് വെളിയിൽ വരുമ്പോൾ ആരും നമ്മളെ സ്വീകരിക്കാനില്ലാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ച് പോകും. ഇന്നും തിരിച്ച് വീട്ടിൽ പോകുമ്പം മക്കൾക്കും സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അച്ഛനെന്ന് പറയാനൊരു മടി, അല്ലെങ്കിൽ ഭർത്താവെന്ന് പറയാനൊരു മടി, സഹോദരൻ എന്ന് പറയാനൊരു മടി. നമ്മുടെ അടുത്തുള്ളൊരു സുഹൃത്ത്, സ്വന്തം എൻ്റെ ഒരു എനിക്ക് സഹോദരനില്ല, ഒരു സഹോദരൻ ഉണ്ടെന്നിരിക്കട്ടെ, അവൻ ഇതേപോലെ 150 ദിവസം ഒരു റേപ്പ് കേസിനകത്ത് തീർന്നിട്ട് വന്നതാണ്. നാളെ എൻ്റെ ഓഫീസിലൊരു ഫംഗ്ഷൻ, എൻ്റെ CEO വരികയാണ്, ഞാൻ വിളിക്കൂ, എന്തിന് റിസ്ക് എടുക്കുന്നത്? ആ സ്ഥലത്ത് എൻ്റെ പേരും കൂടെ ചീത്തയാവുന്നത് എന്തിനാണ്? ഇവൻ വ്യാജ കേസിലാണ് കിടന്നത്, ഇവന് ജീവിതത്തിൽ ഇനി എന്താ ഉള്ളത്? ജോലി കിട്ടുന്നില്ല, ബാക്കി വീട്ടുകാർ വിളിക്കുന്നില്ല. ഈ രീതിയിൽ അവരുടെ ജീവിതം തകർന്നു പോകണം. അവരുടെ എക്സ്ട്രീം റിയാക്ഷൻ വരാറുണ്ട്. ഈ തീവ്ര ഫെമിനിസ്റ്റുകളെ പോലെ തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നും തീവ്ര റിയാക്ഷൻ വരുന്നുണ്ട്. ഐ എം അപ്പോളജറ്റിക് ഫോർ ദാറ്റ്. പക്ഷേ അത് പറയുന്നതേ ജീവിതത്തിൻ്റെ വിഷമത്തിൽ നിന്ന് വരുന്നതാണ്, ആ ദേഷ്യത്തിൽ നിന്ന് വരുന്നതാണ്, ആരോടും പറയാനില്ലല്ലോ എന്ന് തിരിച്ചറിവിൽ നിന്ന് വരുന്നതാണ്. ഈ വെറുതെ ഞാൻ ഇതിൻ്റെ ലിങ്കും കൂടെ അയച്ചു തരാം. രാം തിവാരി എന്ന കേന്ദ്രീയ വിദ്യാലയയിലെ വ്യക്തി, ടൈംസ് ഓഫ് ഇന്ത്യയിൽ വാർത്തയുണ്ട്, 7 വർഷം ജയിലിൽ കിടന്നു. 7 വർഷം ജയിലിൽ കിടന്നു. 12ാം ക്ലാസ്സിലെ ഒരു കുട്ടിയെ മയക്കുമരുന്ന് കൊടുത്തു, പീഡിപ്പിച്ചു, പ്രഗ്നൻ്റ് ആക്കി അബോർട്ട് ചെയ്തു. 7 വർഷം ജയിലിൽ കിടന്നു. 6 മാസം ഇയാളുടെ ഭാര്യയും കിടന്നു, തെളിവ് നശിപ്പിച്ചു എന്ന് പറഞ്ഞു. 7 വർഷത്തിന് ശേഷം കോടതി കണ്ടെത്തി ഈ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല, ഈ പെൺകുട്ടി പ്രഗ്നൻ്റ് ആയിട്ടില്ല, ഈ പെൺകുട്ടി അബോർട്ട് ചെയ്തിട്ടില്ല. സ്കൂളിലെ എന്തോ ലോക്കൽ പ്രശ്നത്തിന് സാറിന് പണി കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. ഒരുപക്ഷെ ആ കുട്ടി പോലും അറിയുന്നുണ്ടാവില്ല ഇതിൻ്റെ ഗ്രാവിറ്റി. ഏതെങ്കിലും കൂട്ടുകാർ വന്ന് മാർക്ക് കുറയുന്നോ പ്രോജക്റ്റ് കുറയുന്നോ എതിർ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നല്ലോ കൊടുത്തായിരിക്കും. ഇയാളുടെ 7 വർഷം. രാം തിവാരി പോക്സോ അക്വിറ്റഡ് എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ഗൂഗിളിൽ ഇത് കിട്ടും. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ പറഞ്ഞു വരുമ്പോഴേ പാലഭിഷേകത്തിൻ്റെ കാര്യം, കഴിഞ്ഞ ദിവസം നിങ്ങൾ പാലഭിഷേകം നടത്തി അല്ലേ? ഈ ഇന്ത്യൻ ഭരണഘടനയാണ്, ഒരു വ്യക്തിയല്ല, ഒരു ജഡ്ജല്ല ആ നിയമം നടപ്പിലാക്കിയത്. ഒരു ജഡ്ജിനെ നിങ്ങൾ ഒരു പാലഭിഷേകം നടത്തുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെയാണ് പോലീസ് വരെ അവിടെ നിന്ന് ചോദ്യം ചെയ്തത്. ആ സമയം നിങ്ങളൊരു ഭരണഘടനയാണ് നടപ്പിലാക്കുക, ആ ഭരണഘടനയ്ക്ക് മുമ്പിൽ ഒരു പൂവിട്ട് ആരാധിച്ചാൽ പോലും ഒരു പോലീസും അറസ്റ്റ് ചെയ്യില്ല എന്നുള്ളത് കാണുന്ന ഒരു വ്യക്തിയാണ്. അതല്ല, ഒരു വ്യക്തികളെ ആരാധിക്കുന്നില്ല. ഒരു ജഡ്ജി ഒരു സ്ഥാനം നിയമം നടപ്പിലാക്കിയപ്പോൾ അവിടെ പാലഭിഷേകം ചെയ്തത് തെറ്റാണെന്ന് ഞാൻ കാണുന്നു. ആ ഇന്ത്യൻ ഭരണഘടന, തങ്ങളൊരു നിയമ വിദ്യാർത്ഥി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ആളാണ്, ആ ഭരണഘടനയാണ് നിങ്ങളൊരു പൂട്ട് ആരാധിക്കുന്നതെങ്കിൽ അവിടെ ഒരു പോലീസ് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. തീവ്ര ഫെമിനിസ്റ്റുകൾ അപ്പം എന്ത് പറയുന്നറിയോ? ഭരണഘടനയെ നിങ്ങൾ പൂജാപാത്രമാക്കി മാറ്റാൻ നോക്കുകയാണ്, പൂ ഒഴുകുന്ന ബ്രാഹ്മണിക്കൽ സവർണാധിപത്യം കൊണ്ടുവരികയാണെന്ന് പറയും. ഇത് കുറ്റം പറയാൻ വേണ്ടി എന്തെങ്കിലും പറയുന്നതാണ്. അവിടെ ബഷീർ സാറിന്റെ നല്ലൊരു വിധിയാണ്. ബഷീർ സാറിന്റെ വിധിന്യായം വളരെ ആഴത്തിൽ വായിച്ചു നോക്കുകയാണെങ്കിൽ ഗ്രീഷ്മ ചെയ്ത എല്ലാ കുറ്റങ്ങളും പറയുന്നുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് ഭരണഘടനയാണ്, ബഷീർ സാറിന്റെ ഒരു വിധിയല്ല, ഭരണഘടനയുടെ വിധിയാണ്. ആ ജഡ്ജി കൂടെ ഉണ്ടല്ലോ, നേരെ കമാൽ പാഷ് സാറാണ് അവിടെ ഇരുന്നെങ്കിൽ എന്ത് പറയാ? കമാൽ പാഷ് സാറിനെ മോശമാക്കിയിട്ടോ, വലിയ മനുഷ്യനാണ്. കമാൽ പാഷ് സാർ എന്തെങ്കിലും എന്ത് പറയായിരുന്നു? അവനും ഭാഗത്ത് തെറ്റുണ്ടെന്ന്. അവന്റെ തെറ്റെന്താ? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അന്തസ്സോടെ കഷായം കലക്കി കൊടുത്തു പോകാൻ കുടിച്ചു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.